വളരെ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. വളരെ കട്ട് ആൻഡ് ഡ്രൈവ് ആയിട്ട് കാര്യങ്ങൾ പറയും. ഒന്ന് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അതും ആലോചിച്ചിട്ടായിരിക്കും പറയുന്നത്. ഇപ്പം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ചിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ഇരിക്കും. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് 20 മിനിറ്റ് എടുത്ത് ചിലപ്പോൾ പറയുന്നത് പൊട്ടത്തരമായിരിക്കാം. പക്ഷെ അങ്ങനെയല്ല. അത് വളരെ ഫാസ്റ്റായിട്ട് എല്ലാ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയോടുകൂടി പറയുന്നതാണ്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത് പറയുന്നതല്ലേ നല്ലത്. അല്ലാണ്ട് പറഞ്ഞിട്ട് ഞാൻ സൂചിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുന്നത് അതൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു മെന്റാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കത് പറ്റാറില്ല. ഞാൻ അവിടെയും ഇവിടെയും തൊടാതെ ചിലപ്പോൾ നമ്മൾ അപ്പുറത്തും ഇല്ല ഇപ്പുറത്തും ഇല്ല എന്ന് ചിലപ്പോൾ നമ്മൾ ഡിപ്ലോമാറ്റിക് ആയിട്ട് നിൽക്കേണ്ടതെന്ന് ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് ചില ചോയ്സസ് വരുമ്പോഴാണ് നമുക്ക് ഡിപ്ലോമാറ്റിക് ആവേണ്ടത്. അവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് അസേർട്ടീവായിട്ട് കാര്യം പറയാം. സത്യത്തിൽ അങ്ങനെയാണ് പറയേണ്ടത്. അപ്പോൾ അങ്ങനെ എനിക്കങ്ങനെ ഒരു നോർമൽ നേച്ചറായിട്ടാണ് തോന്നിയിട്ടുള്ളത് നിഖിലയുടെ. വളരെ ഫ്രണ്ട്ലി ആയിരുന്നു ആള്. പിന്നെ റീൽസൊക്കെ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ പറയണേ ഈ തഗ് പറയുന്ന ആളാണോ ഈ കാണിക്കുന്നതെന്ന്. മറ്റേ തുമ്പിയെ പിടിക്കാനോടുക, പക്കിയെ പിടിക്കാനോ, കല്ലെറിയുക. അപ്പോൾ നിഖില അങ്ങനെ ഒരു നേച്ചറാണ്.